സ്വന്തമായിട്ട് വലിയൊരു മോഷണം നിർത്താൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഈ ബാങ്ക് കൊള്ളയടിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അത് കുറച്ച് കൂടിപ്പോവും. ചേച്ചി, ആ മിഷൻ എങ്ങനെ പൈസ എടുക്കുക? കാർഡ് ഇട്ട്. കാർഡും തരാം, കുറച്ച് പൈസ എടുക്കട്ടെ. താന്ന് പോടോ. കംപ്ലീറ്റ് പൈസ ആയിരിക്കും. $786 സീസണാണ്, അതൊക്കെ ബുക്കിംഗ് ആണ്. എന്നാ പിന്നെ ഇത് നല്ല നമ്പറല്ലേ, എടുത്തോ. പിന്നെ ഇതായിക്കോട്ടെ. അയ്യോ അത് വേണ്ട, വേറെ നോക്കാം. ഇതിനപ്പം ഇത്ര കഷ്ടപ്പെട്ട് വഴിയാൽ ഓടിയത്. ഹലോ, ഞാൻ ഗംഗയാണ്. ഗംഗ, പിന്നെ ഒരു വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പൊളിച്ചു വെക്കാൻ പറ്റുമോ? അതൊക്കെ ഉണ്ട്. ഇങ്ങനെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യമാണ്. ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല. ആ, വണ്ടി പൊളിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തോളി. ഇപ്പം വരാം. ഇത്ര ആൾക്കാരെ കൊണ്ട് എങ്ങനെയാ പോകുന്നത്? പൊളിക്കൽ കഴിഞ്ഞു. ശരി. അയ്യോ, രണ്ട്
ഓൾഡാ ഒരു മിനിറ്റ് ആളിറങ്ങാണ്ട് ചേട്ടാ ഒരു മിനിറ്റ് ചേച്ചി അയ്യോ എന്താ പോയി അവരിപ്പോഴും ഉണ്ടായിരുന്നു തോന്നിയായിരിക്കും ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ തന്നെ കൈ വേദനയായിട്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുക തന്നെയാണ്. അതിന്റെ മേലെ ഇഞ്ചക്ഷൻ വെക്കാൻ സമ്മതിക്കൂല. അതിന് തന്റെ കയ്യിലാരും ഇഞ്ചക്ഷൻ വെക്കാൻ വന്നേ? അപ്പൊ സിസ്റ്റർ ഇഞ്ചക്ഷൻ വെക്കാൻ വന്നതല്ലേ? അതൊക്കെ പറയാം, നിങ്ങളും തിരിഞ്ഞിടണേ. ആ ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ഇഞ്ചക്ഷൻ വെക്കില്ല, തിരിഞ്ഞോ മറിഞ്ഞോ ചെരിഞ്ഞോ എങ്ങനെ വേണം കിടക്കേ. പണ്ടാരക്കാലത്ത് മൂത്ത ഓറഞ്ച് എന്ത് കഴിഞ്ഞില്ലേ? എപ്പോഴാ പോണ? ആ ആ നോക്കി സൂക്ഷിച്ച് ചാരിക്കോ. കൈ നല്ല പച്ചക്കളർ ഓറഞ്ച്. ഓറഞ്ചോ? ആപ്പിൾ കിട്ടിയില്ല? ആപ്പിളിലൊക്കെ നല്ല പൈസ ഉള്ളാടോ. താനിപ്പോ ഓറഞ്ച് തന്നെ. പണ്ടൊക്കെ എന്തെങ്കിലും സൂക്കേട് വന്നു കഴിഞ്ഞാൽ അമ്മ അപ്പം തന്നെ ആപ്പിൾ വാങ്ങിത്തരും. അമ്മ പോയാല് സൂക്കേട് വന്നില്ല, ആപ്പിളും തിന്നില്ല. അടുത്ത പ്രാവശ്യം കാലക്കൂടി ഇട്ട് അപ്പം വേണമെങ്കിൽ ആപ്പിൾ അടിച്ചു തരാം. നിങ്ങൾ ആ പെട്ടിലേക്ക് ഇരുന്നോ കേട്ടോ. ആ എന്താ ഇതിന് ഓറഞ്ച് എന്നല്ല കൊടംപുളി എന്നാ പറയല്. പെട്ടെന്ന് മുറി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതാണ് പുളിയോളം മേടിച്ചത്. കഴിച്ചോ? പേടിക്കണ്ട കേട്ടോ. ഇവിടെ എല്ലാ സൂക്കേടും ഇഞ്ചക്ഷൻ എനിക്കും വെച്ചിട്ടുണ്ട്. ഒരു ഉറപ്പ് പിടിക്കണ വേദനയല്ലേ ഉള്ളൂ. സിസ്റ്റർ, അത് ഒരുപാട് നേരം എടുക്കും. കുറച്ച് സമയം എടുക്കും. എന്തേ? അത് കുഴപ്പമില്ല. ചേച്ചിയല്ലേ ഇന്നലെ ആ വീട്ടിൽ വെച്ച് രക്ഷപ്പെടുത്തിയ പോലീസുകാരത്ത് പറയായിരുന്നത്? ചേച്ചിയല്ലേ ഇഡ്ഡലി മാവ് കഴിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പാവത്തിയത്? ചേച്ചിയല്ലേ? താങ്ക്സ് ഉണ്ട് ചേച്ചി. എന്തുപറ്റി? മോളാണോ? എന്തുപറ്റി? എന്തുപറ്റി? പേരെന്താ അവിടെ? അതെ, അവള് സംസാരിക്കില്ല, കേൾക്കാനും പറ്റില്ല. എന്താണ് ചേച്ചി നേരത്തെ പറയണ്ടേ? എന്താ പേരെന്താ? അനു. അടിപൊളി പേരാണല്ലോ. എത്രല്ല പഠിക്കണേ? 2ലാ? ആ സൂപ്പർ. അസുഖമാറൂട്ടാ. ചേച്ചി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ദേ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ടാറ്റാ. ടാറ്റ ചേച്ചി. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി അവിടെ പോയിട്ട് പഞ്ചാര അടിക്കല്ലേ? പഞ്ചാര അടിക്കാനാ? ഏതാണ് ആ തള്ള? തള്ളേ? പിന്നെ ഒരു കുട്ടിയുള്ള പെണ്ണുങ്ങൾ ഞങ്ങളെ നാട്ടിലൊക്കെ തള്ളാന്നാ വിളിക്കുക. അതൊരു പരിചയക്കാരിയാണ്. ആ പരിചയം പുതുക്കാൻ പറ്റിയ സ്ഥലവും. എനിക്കാണെ വിശന്നിട്ട് വയ്യ. ഓറഞ്ച് ഇവിടെ ഉണ്ടായാലും ഓറഞ്ചൊക്കെ അവിടെ അത് ഭയങ്കര പുളിയാ എല്ലാത്തിലും. ആ എങ്ങനെയോ തിന്ന് നിർത്താന്. ഇവിടുത്തെ ക്യാൻറ്റീന് നല്ല കോഴി ബിരിയാണിന്റെ മണം വരുന്നുണ്ട്. വായ കൊണ്ടുവരുമോ? നിനക്ക് വയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഭാഗ്യത്തിന് പല്ലിനും വയറിനും ഒരു കുഴപ്പമില്ല. കുഴപ്പം 2 വാങ്ങിക്കോ. ഒന്ന് രാത്രിത്തേക്കും. ബിരിയാണി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. ഒരെണ്ണം കൂടി വാങ്ങിക്കാം. ഒന്ന് കിടന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും. ചേച്ചി എന്തേ? ഇതിൻ്റെ അകത്ത് ചായ കഴിഞ്ഞ് നീ തന്നെയല്ലേ മുഴുവൻ കുടിച്ചു തീർത്തു? ആ ബിരിയാണിന് മുന്നിൽ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുഖം ഉണ്ടാവേന്. ഏട്ടാ ചായ ഉണ്ട് രേഷൻ കിട്ടും. അവിടെ പിന്നെ വയറിളക്കാണല്ലോ.